വളരെ അടുത്ത ആത്മസുഹൃത്തുക്കൾ പോലെ ഒരു ഗുരുവും ശിഷ്യനും ഉണ്ടായിരുന്നു. ശിഷ്യൻ ഒരു വ്യാപാരിയായിരുന്നു, കച്ചവടക്കാരനായിരുന്നു. അദ്ദേഹം കച്ചവട ആവശ്യാർത്ഥം വളരെ ദൂരങ്ങളിലേക്ക് യാത്ര ചെയ്യും. ഒരിക്കൽ ഒരു യാത്രയ്ക്ക് പുറപ്പെടുകയാണ് ശിഷ്യൻ അഥവാ കച്ചവടക്കാരൻ. അദ്ദേഹം ഗുരുവിനോട് യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ്. യാത്ര ഇത്തിരി ദൂരം ഉള്ളതാണ്, അതുകൊണ്ട് തന്നെ സമയമെടുക്കും, കുറച്ച് കാലം കഴിഞ്ഞ് തിരിച്ചു വരികയുള്ളൂ. അങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഗുരുവും ശിഷ്യനും സന്തോഷത്തോടു കൂടി തന്നെ പിരിഞ്ഞു. എന്നാൽ വളരെ അടുത്ത ദിവസം തന്നെ ശിഷ്യൻ കച്ചവടക്കാരൻ തിരിച്ചു വരികയാണ്. ഇപ്പൊ ഗുരു ചോദിച്ചു, അല്ല എന്തേ വേഗം പോന്ന്, കച്ചവടം എത്ര വേഗം കഴിഞ്ഞോ? അപ്പൊ ശിഷ്യൻ പറയാണ്, ഗുരു, ഞാൻ ഇങ്ങനെ യാത്ര പോകുമ്പോൾ എനിക്കൊരു അനുഭവം ഉണ്ടായി. ഞാൻ വിശ്രമിക്കാൻ വേണ്ടി എൻ്റെ വാഹനം ഒന്ന് സൈഡിലാക്കിയിട്ട് ഞാൻ പുറത്തിറങ്ങിയിട്ട് പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ദൂരത്തേക്ക് മാറി നടക്കുകയായിരുന്നു. അവിടെ ഞാനൊരു കാഴ്ച കണ്ടു. ഒരു പക്ഷി, ആ പക്ഷിക്ക് പറക്കാൻ പറ്റൂല, നടക്കാൻ പറ്റൂല, അങ്ങേയറ്റം അവശയാണ്. അതിനപ്പുറം ആ പക്ഷിക്ക് കണ്ണ് കാണില്ല. ഇത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി. ഇത്ര വിജനമായ ഈ സ്ഥലത്ത് ഒരാളും സഹായിക്കാനില്ലാതെ ഈ പക്ഷി എങ്ങനെ ഭക്ഷണം കഴിക്കും? ഞാൻ എങ്ങനെ അസ്വസ്ഥനായി നിൽക്കുമ്പോൾ ദൂരെ ദിക്കുനിന്ന് വേറൊരു പക്ഷി പറന്നു വരുന്നുണ്ട്. ആ പക്ഷിയുടെ കൊക്കിൽ ഭക്ഷണമുണ്ട്. അങ്ങനെ ആ പക്ഷി വന്നിട്ട് ഈ അവശയായി കിടക്കുന്ന, കണ്ണ് കാണാത്ത, പറക്കാൻ കഴിയാത്ത, നടക്കാൻ കഴിയാത്ത ഈ പാവം പക്ഷിയുടെ ചുണ്ടിലേക്ക് ഭക്ഷണം വെച്ചു കൊടുക്കുന്നു. ആർത്തിയോടുകൂടി ആ പാവപക്ഷി ഭക്ഷണം കഴിക്കുന്നു. ഇത് കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചു, ഞാൻ എന്തിനാ ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങനെ ദൂരദിക്കിലേക്ക് യാത്ര പോകുന്നത്? ഇങ്ങനെ ആരുമില്ലാത്ത വിജനമായ ഈ സ്ഥലത്ത് ഈ പക്ഷിക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ സംവിധാനം ഒരുക്കിയ ദൈവം ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ആ ദൈവം എനിക്കും ഭക്ഷണം തരൂലേ? ഞാൻ ഏതെങ്കിലും ഒരു ദേവാലയത്തിന്റെ മൂലയ്ക്കിരുന്ന് ദൈവത്തെ ധ്യാനിച്ചു കൊണ്ടിരുന്നാൽ പോരെ? അപ്പൊ ദൈവം എനിക്ക് ഭക്ഷണം തരുമല്ലോ. ഞാനെന്തിനാ ഇങ്ങനെ കഷ്ടപ്പെട്ട് യാത്ര ചെയ്യുന്നത്? ആരെങ്കിലും എനിക്ക് ഭക്ഷണം തരും. അങ്ങനെ ഞാൻ എൻ്റെ കച്ചവടമൊക്കെ മതിയാക്കി, യാത്ര മതിയാക്കി തിരിച്ചു പോകുന്നതാണ് എന്ന് പറഞ്ഞു. ഗുരു ഒന്ന് ലളിതമായി പുഞ്ചിരിച്ചു. എന്നിട്ട് ശിഷ്യനോട് പറഞ്ഞു, നീ പറഞ്ഞതൊക്കെ ശരിയാണ്, ഭക്ഷണമൊക്കെ കിട്ടും. പക്ഷേ ഒരു കാര്യമുണ്ട്. നീ കണ്ട ആ കാഴ്ചയിൽ 2 പക്ഷികളുണ്ട്. ഒരു പക്ഷി അവശയായി നടക്കാൻ കഴിയാതെ ക്ഷീണിച്ച് കിടക്കുകയാണ്. പക്ഷേ രണ്ടാമതൊരു പക്ഷി ഉണ്ടല്ലോ, ആ പക്ഷി ദൂരദിക്കിലെവിടെയോ പോയിട്ട് ഈ പാവം പക്ഷിക്ക് വേണ്ടി ഭക്ഷണം ശേഖരിക്കുകയാണ്. അതോടൊപ്പം ആ പക്ഷിക്കുള്ള സ്വന്തം ഭക്ഷണവും അത് ശേഖരിക്കേണ്ടതുണ്ട്. എന്നിട്ട് ഈ അവശയായി കിടക്കുന്ന, നടക്കാൻ കഴിയാത്ത, കണ്ടു കാണാത്ത പക്ഷിക്ക് ഭക്ഷണം കൊണ്ട് കൊടുക്കുകയാണ്. ഇതിൽ ആരാവാനാണ് നിനക്കിഷ്ടം? ക്ഷീണിച്ച് അവശയായി എവിടെയെങ്കിലും ഒന്ന് ചടഞ്ഞുകൂടി ഇരിക്കാനാണ്? അതോ കരുത്തോടുകൂടി ലോകത്തിന്റെ നാനാദിക്കിലേക്ക് പറന്ന് എവിടെ നിന്നെങ്കിലും അവനവന് വേണ്ട ഭക്ഷണങ്ങൾ മാന്യമായ രീതിയിൽ ശേഖരിച്ച് അത് മറ്റുള്ളവർക്ക് കൂടി വീതിച്ചു കൊടുത്ത് അന്തസ്സായി ജീവിക്കുന്ന ആ പക്ഷിയാവാനാണോ? ശിഷ്യൻ അല്പനേരം തല താഴ്ത്തി നിന്ന് ആലോചിച്ചു. ശരിയാണല്ലോ, ഞാൻ എന്തിനാ ഇങ്ങനെ അവശനായിരിക്കുന്നത്? എനിക്ക് ആരോഗ്യമുണ്ടല്ലോ, എൻ്റെ കയ്യിൽ അത്യാവശ്യം സമ്പത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്, കച്ചവടം ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഇത് ഉപയോഗിച്ച് ഞാൻ കച്ചവടം ചെയ്താൽ എനിക്ക് ഇനിയും സമ്പത്ത് വർദ്ധിക്കും. അങ്ങനെ വർദ്ധിക്കുന്ന സമ്പത്ത് എനിക്ക് മറ്റുള്ള പാവങ്ങൾക്കൊക്കെ വിതരണം ചെയ്തൂടെ? അതുകൊണ്ട് എൻ്റെ പരിസരത്തുള്ള ആളുകൾക്ക് സമാധാനം ഉണ്ടാക്കി കൊടുത്തൂടെ? അതുകൊണ്ട് ഇങ്ങനെ ദേവാലയത്തിൽ അടഞ്ഞുകൂടിയിരിക്കുകയല്ല, ഞാനിതാ പുറത്തിറങ്ങിയാണ്. എനിക്ക് തെറ്റുപറ്റിപ്പോയി. ഞാൻ വല്ലവന്റെയും സഹായം കാത്തിരിക്കുകയല്ല വേണ്ടത്. ദൈവത്തെ വിശ്വസിക്കുക, ദൈവത്തെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ ദേവാലയത്തിന്റെ മൂലയിൽ എവിടെയെങ്കിലും ചടഞ്ഞിരിക്കലല്ല. ലോകത്ത് ഇറങ്ങിയിട്ട്, മനുഷ്യർക്കിടയിലേക്ക് ഇറങ്ങിയിട്ട് അവനവന് വേണ്ടത് സമ്പാദിക്കലാണ്, അധ്വാനിക്കലാണ്. അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടത് കൂടെ സമ്പാദിച്ചിട്ട് മറ്റുള്ളവരെ സഹായിക്കൽ കൂടിയാണ് ദൈവവിശ്വാസം. ഞാൻ ഈ നിമിഷം എന്നെ തന്നെ തിരുത്തുകയാണ്. ഇനി ഞാൻ മറ്റുള്ളവരുടെ സഹായം തേടി നിൽക്കുകയല്ല. എനിക്ക് വേണ്ടത്, മറ്റുള്ളവർക്ക് വേണ്ടത് കൂടി സമ്പാദിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കഠിനാധ്വാനം ചെയ്യാൻ വേണ്ടി ഇറങ്ങുകയാണ്. ഒരിക്കലും തന്നെ എന്റേതല്ലാത്ത, ഞാൻ സമ്പാദിച്ചതല്ലാത്ത, എനിക്ക് അവകാശപ്പെട്ടതല്ലാത്ത
ഒന്നും തന്നെ ഞാൻ ഭക്ഷിക്കുകയില്ല, ഞാൻ ഒരു നിരക്കും ഉപയോഗിക്കുകയില്ല.